മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്, മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നവംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സിൻ്റെ ബാക്കി പാർട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. നവംബറിൽ ഉഷ്ണതരംഗം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച സംസ്ഥാനം. 2024 നവംബറിൽ ഉഷ്ണതരംഗം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാടാണ് 2024 നവംബറിൽ ഉഷ്ണതരംഗം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. അടുത്തത്, നാഗാലാൻഡ് സംസ്ഥാനത്ത് പുതിയതായി നിലവിൽ വന്ന 17ാമത്തെ ജില്ല. നാഗാലാൻഡ് സംസ്ഥാനത്ത് പുതിയതായി നിലവിൽ വന്ന 17ാമത്തെ ജില്ല ഏതാണ്? മെലൂരിയാണ് കേട്ടോ. മെലൂരി. നാഗാലാൻഡ് സംസ്ഥാനത്ത് പുതിയതായി നിലവിൽ വന്ന 17ാമത്തെ ജില്ല ഏതാണ്? മെലൂരി. നാഗാലാൻഡ് സംസ്ഥാനം രൂപീകൃതമായത് എന്നാണെന്നറിയോ? 1963 ഡിസംബർ 1-നാണ് കേട്ടോ. 1963 ഡിസംബർ 1-നാണ് നാഗാലാൻഡ് രൂപീകൃതമായത്. ഓക്കെ. കോഴിക്കോട് ജില്ലയുടെ ഭരണ സംവിധാനം വിവിധ സർക്കാർ ഇതര സംഘടനകളുടെയും സർക്കാർ സ്ഥാപനങ്ങളുടെയും പിന്തുണയോടുകൂടി ഭവനരഹിതരായ ആളുകളുടെ സമഗ്രമായ പുനരധിവാസ പദ്ധതി. ശ്രദ്ധിക്കുക, കോഴിക്കോട് ജില്ലയുടെ ഭരണ സംവിധാനം വിവിധ സർക്കാർ ഇതര സംഘടനകളുടെയും സർക്കാർ സ്ഥാപനങ്ങളുടെയും പിന്തുണയോടെ ഭവനരഹിതരായ ആളുകളുടെ സമഗ്രമായ പുനരധിവാസ പദ്ധതി ഏതാണ്? ഉദയം. ഓക്കെ ആണോ? ഉദയം ഏത് ജില്ലയുമായി ബന്ധപ്പെട്ടാണ്? കോഴിക്കോട് ജില്ലയുമായി ബന്ധപ്പെട്ടാണ്. എന്താണ് ലക്ഷ്യം? ഭവനരഹിതരായ ആളുകളുടെ സമഗ്രമായ പുനരധിവാസ പദ്ധതി. ആരൊക്കെ ചേർന്നാണ്? വിവിധ സർക്കാർ ഇതര സംഘടനകളുടെയും സർക്കാർ സ്ഥാപനങ്ങളുടെയും പിന്തുണയോടുകൂടി നടത്തുന്നതാണ്. എന്താണ് ലക്ഷ്യം? ഭവനരഹിതരായ ആളുകളുടെ സമഗ്രമായ പുനരധിവാസ പദ്ധതി. പദ്ധതിയുടെ പേരെന്താണ്? ഉദയം. അടുത്തത്, MVR ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ MVR പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചത് ആർക്ക്? MVR ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ MVR പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചത് ആർക്കാണ്? സീതാറാം യെച്ചൂരി കേട്ടോ. സീതാറാം യെച്ചൂരി. സമ്മാനത്തുക 1 ലക്ഷം രൂപയാണ്. നെക്സ്റ്റ്, സുസ്ഥിര വികസനത്തിനായുള്ള രാജ്യാന്തര അംഗീകാരമായ ഷാങ്ഹായി ഗ്ലോബൽ അവാർഡ് ലഭിച്ചത് ഏത് നഗരത്തിനാണ്? എവിടെയാണ്? തിരുവനന്തപുരം കോർപ്പറേഷനാണ് കേട്ടോ. സുസ്ഥിര വികസനത്തിനായുള്ള രാജ്യാന്തര അംഗീകാരമായ ഷാങ്ഹായി ഗ്ലോബൽ അവാർഡ്. ഷാങ്ഹായി ഗ്ലോബൽ അവാർഡ് നേടിയത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. എന്താ പ്രത്യേകത? ഇന്ത്യയിൽ നിന്നും ഈ പുരസ്കാരം നേടുന്ന ആദ്യ നഗരമാണ് കേട്ടോ. ഇന്ത്യയിൽ നിന്നും ഈ പുരസ്കാരം നേടുന്ന ആദ്യ നഗരമാണ്. ഇത് ആരൊക്കെ ചേർന്നാണെന്നറിയോ നൽകുന്നത്? UN ഹാബിറ്റാറ്റും ഷാങ്ഹായി മുനിസിപ്പാലിറ്റിയും ചേർന്ന് നൽകുന്ന പുരസ്കാരമാണിത് കേട്ടോ. UN ഹാബിറ്റാറ്റും ഷാങ്ഹായി മുനിസിപ്പാലിറ്റിയും ചേർന്ന് നൽകുന്ന പുരസ്കാരമാണ് ഏത്? ഷാങ്ഹായി ഗ്ലോബൽ അവാർഡ്. ആർക്കാണ് ലഭിച്ചത് ഈ വർഷത്തെ? തിരുവനന്തപുരം കോർപ്പറേഷനാണ് ലഭിച്ചത്. എന്താ പ്രത്യേകത? ഇന്ത്യയിൽ നിന്നും ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ നഗരമാണ്, ഇല്ലയോ? അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ കമ്പനി പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? കേരളത്തിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ കമ്പനി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ കമ്പനി പ്രവർത്തനം ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയാണ്. അപ്പം ആരാണെന്ന് നോക്കാം. അയർലൻഡ് ആസ്ഥാനമായുള്ള സെമി കണ്ടക്ടർ നിർമ്മാണ കമ്പനിയായ ട്രാസ്ന കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാസ്നയാണ് തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ പ്രവർത്തനം ആരംഭിച്ചത്. ആരാണ്? അയർലൻഡ് ആസ്ഥാനമായുള്ള സെമി കണ്ടക്ടർ നിർമ്മാണ കമ്പനിയായ ട്രാസ്നയാണ് തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ കമ്പനി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അടുത്തത്, 36ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡിന് അർഹനായത് ആരാണ്? 2024 36ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ജേതാവ് അബ്ദുള്ള അബൂബക്കറാണ് കേട്ടോ. അബ്ദുള്ള അബൂബക്കറാണ്. സമ്മാനത്തുക 1 ലക്ഷം രൂപയും ഫലകവുമാണ്.
അദ്ദേഹം എന്ത് താരമാണ്? ട്രിപ്പിൾ ജമ്പ് താരമാണ് കേട്ടോ. ട്രിപ്പിൾ ജമ്പ് താരമാണ്. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ താരമാണ് കേട്ടോ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടി. കൂടാതെ 2024 ഒളിമ്പിക്സിലും 2022-23 ലോക ചാമ്പ്യൻഷിപ്പിലും പങ്കെടുത്ത വ്യക്തിയാണ് കേട്ടോ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടി. 2024 ഒളിമ്പിക്സിൽ പങ്കെടുത്തു. 2022-23 ലോക ചാമ്പ്യൻഷിപ്പിലും പങ്കെടുത്തു. എന്താണ് 36ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ജേതാവാണ് ആര്? അബ്ദുള്ള അബൂബക്കർ. ഏത് താരമാണ്? ട്രിപ്പിൾ ജമ്പ് താരമാണ്. അടുത്തത് ഏഷ്യയിലെ ആദ്യത്തെ ബുദ്ധിസ്റ്റ് ഉച്ചകോടിക്ക് വേദിയായത്. ഏഷ്യയിലെ ആദ്യത്തെ ബുദ്ധിസ്റ്റ് ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം ഏതാണ്? ഡൽഹിയാണ് കേട്ടോ. ഡൽഹിയാണ്. ഓക്കെ, ഏഷ്യയിലെ ആദ്യത്തെ ബുദ്ധിസ്റ്റ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഡൽഹിയാണ്. അടുത്തത് മഹാനദി ജലതർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ. മഹാനദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ കേട്ടോ. മഹാനദി ജലതർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഛത്തീസ്ഗഡും ഒഡീഷയുമാണ് കേട്ടോ. മഹാനദി ജലതർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതാണ്? ഛത്തീസ്ഗഡ്, ഒഡീഷ. മഹാനദി ജലതർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഛത്തീസ്ഗഡ്, ഒഡീഷ. ഒഡീഷ മുഖ്യമന്ത്രി ഏതാണ്? ആരാണ് ഒഡീഷ മുഖ്യമന്ത്രി? ആരാണ്? മോഹൻ ചരൺ മാജിയാണ് കേട്ടോ. ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി. അതേപോലെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ആരാണ്? വിഷ്ണുദേവ് സായി ആണ് കേട്ടോ. ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി. അതേപോലെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ആരാണ്? വിഷ്ണുദേവ് സായി. അടുത്തത് വ്യാജ ഫോൺ കോളിലും വെബ്സൈറ്റുകളിലും കുടുങ്ങി പണം നഷ്ടമാകുന്നത് തടയാൻ സൈബർ പോലീസിന്റെ പ്രത്യേക സംവിധാനം. വ്യാജ ഫോൺ കോളിലും വെബ്സൈറ്റുകളിലും കുടുങ്ങി പണം നഷ്ടമാകുന്നത് തടയാൻ സൈബർ പോലീസിന്റെ പ്രത്യേക സംവിധാനം ഏതാണ്? സൈബർ വാൾ ആണ് കേട്ടോ. സൈബർ വാൾ. സൈബർ വാൾ. ഓക്കെ ആണോ? അതേപോലെ ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ച് അറിയിക്കാനായി സജ്ജമാക്കിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ. ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ച് അറിയിക്കാനായി സജ്ജമാക്കിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ ഏതാണ്? 1930 കേട്ടോ. 1930. നെക്സ്റ്റ്, കുമാരനാശാന്റെ ജീവിതത്തെ ആസ്പദമാക്കി അവനി വാഴ്വ് കിനാവ് എന്ന നോവൽ രചിക്കുന്നത് ആരാണ്? കുമാരനാശാന്റെ ജീവിതത്തെ ആസ്പദമാക്കി അവനി വാഴ്വ് കിനാവ്, അവനി വാഴ്വ് കിനാവ് എന്ന നോവൽ രചിക്കുന്നത് ആരാണ്? പെരുമ്പടവം ശ്രീധരനാണ് കേട്ടോ. പെരുമ്പടവം ശ്രീധരനാണ്. അടുത്തത് UN ജൈവ വൈവിധ്യ ഉച്ചകോടി, അതായത് COP16 വേദി ഏതാണ്? UN ജൈവ വൈവിധ്യ ഉച്ചകോടി, അതായത് COP16 വേദി കാലിയാണ് കേട്ടോ. കൊളംബിയയിലെ കാലിയിലാണ് നടക്കുന്നത്. അത് COP15 എവിടെയാണെന്ന് അറിയാവോ? കാനഡയിലെ മോൺട്രിയാലായിരുന്നു കേട്ടോ. COP15 കാനഡയിലെ മോൺട്രിയാലാണ്. COP16 എവിടെയാണ്? കൊളംബിയയിലെ കാലിയിലാണ് നടക്കുന്നത്. അടുത്തത്, ഉദ്യോഗാർത്ഥികളുടെ ജാതിയിൽ സംശയം തോന്നിയാൽ അന്വേഷണം നടത്താൻ PSCക്ക് അധികാരമില്ലെന്ന് വിധിച്ച ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതിയാണ് കേട്ടോ. ഉദ്യോഗാർത്ഥികളുടെ ജാതിയിൽ സംശയം തോന്നിയാൽ അന്വേഷണം നടത്താൻ PSCക്ക് അധികാരമില്ലെന്ന് വിധിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. നെക്സ്റ്റ്, കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ സ്പോർട്ട് ഹബ്ബ് നിർമ്മിക്കുന്നത് എവിടെ? കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ സ്പോർട്ട് ഹബ്ബ് നിർമ്മിക്കുന്നത് എവിടെ? എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ അകത്തേത്തറയിലാണ് കേട്ടോ. അകത്തേത്തറയിലാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ സ്പോർട്ട് ഹബ്ബ് നിർമ്മിക്കുന്നത്. എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ അകത്തേത്തറയിലാണ്. അടുത്തത്, ആമ വന്യജീവി സങ്കേതം. കടലാമയ്ക്കാണ് പ്രസിദ്ധം. ആമ വന്യജീവി സങ്കേതം എവിടെയാണ്? ഉത്തർപ്രദേശിലെ വാരണാസി ജില്ലയിലാണ് കേട്ടോ. ആമ വന്യജീവി സങ്കേതം ഉത്തർപ്രദേശിലെ ഏത് ജില്ലയിലാണ്? വാരണാസി ജില്ലയിലാണ് കേട്ടോ. കച്ചുവ എന്നും പറയും. കച്ചുവ. കച്ചുവ വന്യജീവി സങ്കേതം എവിടെയാണെന്ന് ചോദിച്ചാലും അതും വാരണാസി തന്നെയാണ് കേട്ടോ. അടുത്തത്, ഇന്ത്യ വിയറ്റ്നാം ഉഭയകക്ഷി സംയുക്ത സൈനികാഭ്യാസം. ഇന്ത്യ വിയറ്റ്നാം ഉഭയകക്ഷി സംയുക്ത സൈനികാഭ്യാസം ഏതാണ്? വിൻബാക്സ് 2024. ഇന്ത്യ വിയറ്റ്നാം ഉഭയകക്ഷി സംയുക്ത സൈനികാഭ്യാസം ഏതാണ്? വിൻബാക്സ് 2024. ഇത് എവിടെയാണ് നടക്കുന്നത്? വേദി ഹരിയാനയിലെ അംബാല, ചണ്ഡീമന്ദർ എന്നിവിടങ്ങളിലാണ് കേട്ടോ. ഹരിയാനയിലെ അംബാല, ചണ്ഡീമന്ദർ എന്നിവിടങ്ങളിലാണ്. ഇന്ത്യ വിയറ്റ്നാം ഉഭയകക്ഷി സംയുക്ത സൈനികാഭ്യാസം വിൻബാക്സ് 2024. വേദി ഹരിയാനയിലെ അംബാല, ചണ്ഡീമന്ദർ എന്നിവിടങ്ങളിലാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. മറ്റൊരു ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്